ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വെറും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ഓരോ ദിവസവും എങ്ങനെയാണ് ഡയറ്റ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അധികം സംസാരിച്ച സമയം കളയണ്ട, നമുക്ക് നേരെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് കിടക്കാം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മോർണിംഗ് ഡ്രിങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാലറീസ് ഉള്ള ഒന്നും തന്നെ നമ്മൾ മോർണിംഗ് ഡ്രിങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ കുടിക്കുന്ന ജീര വാട്ടറാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പെരുംജീരകത്തിൻ്റെ വെള്ളം, സിനമണിൻ്റെ വെള്ളം, അതുപോലെ തന്നെ ലെമൺ വാട്ടർ, പ്ലെയിൻ വാട്ടർ ഒക്കെ തന്നെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഈ തേനൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് അപ്പോൾ തന്നെ ബ്രേക്ക് ആവും. അപ്പോൾ രാവിലെ ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്ന ആളുകളൊക്കെ തന്നെ 0 കലോറി ഡ്രിങ്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവർ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും വളരെയധികം ശ്രദ്ധിക്കണം. ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരികയാണ്. ഒരു 9:30ക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഡയറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ സോയാബീനും അതുപോലെ തന്നെ കടലപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ചീല, അല്ലെങ്കിൽ നമ്മൾ ദോശ, പത്തൽ എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ അടിയിൽ ഇങ്ങനെ പേസ്റ്റ് പോലെ കിടക്കുന്ന കണ്ടില്ല, അതാണ് സോയാബീൻ ഞാൻ അരച്ചെടുത്തത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്കോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം. ഞാൻ അതിനകത്ത് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചാറ്റ് മസാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബേസൻ, അതായത് നമ്മുടെ കടലപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ അധികം ലൂസായിട്ടുള്ള ഒരു ബാറ്ററായി പോകരുത്, കുറച്ച് കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് ഈ രീതിയിൽ ദോശകൾ ചുട്ടെടുക്കാം. ഈ ഒരു ഇപ്പോൾ ഞാൻ എമൗണ്ട് എടുത്തേക്കുന്ന കണ്ടില്ല, അത്രയും പിന്നെ ആ ഒരു മാവിനകത്ത് നമുക്ക് 4 ചീലാസ് വരെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീലയാണ്, അതോടൊപ്പം തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചീലയും കൂടിയാണ്. ഇതൊരു ഒരെണ്ണം കഴിച്ചാൽ തന്നെ വിശപ്പ് മാറും. പക്ഷേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ആണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേടാണ്. കേടിലും ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ചാറ്റ് മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഏകദേശം ഒരു 10:44 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 11 o'clock അല്ലെങ്കിൽ 11:30 ആകുമ്പോൾ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കണം. അപ്പം ആ ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ വിശപ്പില്ല. പലരും ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സമയത്ത് പ്രോട്ടീൻ മിസ് ചെയ്യുന്നത്, പുട്ടും പഴവും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്ന കോമ്പിനേഷൻ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും നല്ലോണം പ്രോട്ടീൻ എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു 30 ഗ്രാം പ്രോട്ടീനെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് കഴിക്കുന്ന ഫസ്റ്റ് മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ അത് എന്തായാലും ഹൈ പ്രോട്ടീൻ ആയിരിക്കണം. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഇവൺ നിങ്ങൾ രാത്രിയിലത്തെ ഫുഡിലോ അല്ലെങ്കിൽ ഇവൺ ഉച്ചരത്തെ ഫുഡിലോ ഒക്കെ നിങ്ങൾ പ്രോട്ടീൻ മിസ് ഔട്ട് ആയിപ്പോയി കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു തരത്തിൽ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് കറികളും ഒക്കെ ഉണ്ടാക്കാനുള്ള മടിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പനീർ കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഒട്ടും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 11 o'clock ആകുമ്പോഴേക്കും ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കും. ഈ ഇടനേരത്തുള്ള സ്നാക്ക് നിങ്ങൾ മാക്സിമം മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഈ സ്നാക്സ് ഒക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മീൽസ് എടുക്കുമ്പോൾ ഒത്തിരി വിശപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ഒരു പോർഷൻ വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ റൈസ് ആണെങ്കിൽ ഇത്ര പോർഷൻ, സാലഡ് ആണെങ്കിൽ ഇത്ര പോർഷൻ, പ്രോട്ടീൻ റിച്ച് എന്തെങ്കിലും ഒരു കറി ആണെങ്കിൽ ഇത്ര പോർഷൻ, ആ ഒരു പോർഷൻ കഴിച്ചാൽ നമുക്ക് വിശപ്പ് മാറാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇടനേരത്തുള്ള സ്നാക്സ് മിസ് ഔട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ ഫുഡ് എടുക്കുകയാണെങ്കിൽ, അത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മളത് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും. മെയിൻ മീൽസ് നമ്മൾ ഒരുപാട് എടുക്കാതെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടാനാണ്. ഇപ്പോഴും ഒരുപാട് ഡൗട്ട് ഉള്ളവരുണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പക്ഷേ ഇതിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റുട്ടീനാണ്. ഇതൊരു ഡയറ്റ് അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ മുതൽ ഞാൻ ഇതുവരെ ചെയ്ത റുട്ടീനൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തെങ്കിലും പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്കിപ്പം ഡിസംബറിലേക്ക് നമ്മൾ ഒരു വലിയൊരു അനൗൺസ്മെൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചാലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഒരു ഫൈനൽ കലാശക്കൊട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു 3 weeks ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും ഡിസംബറിൽ. അത് നമുക്ക്
ക്രിസ്മസിന് മുന്നേ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 3 വീക്സ് 21 ഡേയ്സ് ചാലഞ്ച് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ഒരു 7 kg ഒക്കെ ലോസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കൗട്ടും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ 2025ലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കോൺഫിഡൻസോടെ പോകാനായിട്ട് ഒരു മാക്സിമം വെയിറ്റ് ലോസ് എന്നുള്ള രീതിയിലുള്ള ഒരു ചാലഞ്ച് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. എന്നിട്ട് നമുക്ക് ഫുൾ സ്ട്രെങ്തോട് കൂടി ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കട്ടെ. ഒട്ടും വിശപ്പില്ല, പക്ഷേ എന്നാലും ഞാൻ കഴിക്കുകയാണ്. കാരണം എന്തായാലും ഇപ്പം ഞാൻ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 12:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് വിശപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് എന്താ പറയുക സ്നാക്സ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മെയിൻ മീൽ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അതും നമുക്ക് കുഴപ്പമാണ്. നമ്മൾ എത്രയാണോ പോർഷൻ ഉദ്ദേശിച്ചത് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ വിശന്നാലും വിശന്നില്ലെങ്കിലും ഈ ഒരു ഇടനേരത്തുള്ള സ്നാക്സ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് കഴിക്കുന്നത് 3 ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സും ഒത്തിരി കലോറി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ്. ഹെൽത്തി ആണ്, പക്ഷേ കലോറി റിച്ച് ആണ്. അപ്പം ചിലരൊക്കെ 8 എണ്ണമൊക്കെ കഴിക്കുന്ന കാണാറുണ്ട് ഡേറ്റ്സ്. അപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മളത് കഴിക്കുകയാണെങ്കിൽ മാക്സിമം 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. അത് തന്നെ നല്ല രീതിയിലുള്ള കലോറി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു 3 ഡേറ്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം. ഇനി നമ്മുടെ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ മീൽസും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ മീൽസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തരത്തിലും നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എല്ലാത്തിലും പ്രോട്ടീൻ ആഡ് ചെയ്യണം, എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിനകത്ത് ഞാനൊരു 6 ടേബിൾ സ്പൂൺ റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ റൈസാണ് എടുത്തേക്കുന്നത്. ഒരു ബൗള്, അതും എനിക്ക് തോന്നുന്നു ഒരു 6 to 7 ടേബിൾ സ്പൂൺ ദാൽ ഉണ്ടാവും. ദാൽ കറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കോവക്കയുടെ ഉപ്പേരി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റോ ക്യാരറ്റ്, ഒരു ഹാഫ് റോ ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൻപയർ, വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയ വൻപയറാണ്, അതും ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 75% പ്രോട്ടീനും ഫൈബറും റിച്ച് ആയിട്ടുള്ളൊരു പ്ലേറ്റാണിത്. ജസ്റ്റ് ഒരു 25% മാത്രമേ ഞാൻ കാർബ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ലഞ്ച് പ്ലേറ്റും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. മൂങ് ദാലിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം 5 മണിയായി ഞാൻ എൻ്റെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഏകദേശം ഒരു 30 മിനിറ്റ്സോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്കൗട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഡിസംബറിൽ ചെയ്യാൻ പോകുന്ന വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ വീക്ക് 1 നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടായിരിക്കും ഇത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിഡിലൻ വർക്കൗട്ടാണ്. നല്ലപോലെ കലോറി ബേൺ ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി എൻഗേജ് ആവുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഇനി 6 o'clock മുന്നേ എൻ്റെ ഈറ്റിംഗ് മിനിറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഡിന്നർ കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഏകദേശം ഞാൻ ഒരു 2 ലിറ്റർ വെള്ളത്തോളം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2.5 ലിറ്റർ. ഇത് ഇനി ഇന്നത്തെ ലാസ്റ്റ് ഹാഫ് ലിറ്റർ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം ഒരു 7 o'clock ആകുമ്പോഴേക്കും ഇതും ഫിനിഷ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം തന്നെ ഇന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഡിന്നർ കഴിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ വൻപയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ റോബസ്റ്റ ബനാനയാണ്. ഏകദേശം ഒരു 8 ടേബിൾ സ്പൂൺ വൻപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് റോബസ്റ്റ ബനാന. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്തു. 6 മണി ആവുന്നതിന് മുമ്പ് ഞാനൊരു ബ്ലാക്ക് ടീയും കൂടെ കുടിച്ചു കേട്ടോ. അതോടുകൂടി എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് ദാഹിക്കുമ്പോൾ ഒക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഡെയിലി കുടിക്കണം. ഇത് റിലീജിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കരുത്. അങ്ങനെ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കാം. മിനിമം 3 ലിറ്റർ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ രാത്രി ഇപ്പോൾ നമുക്ക് ക്രേവിങ്സ് ഒക്കെ വരികയാണെങ്കിൽ പോലും വെള്ളം പ്രോപ്പറായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ക്രേവിങ്സും വരില്ല. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു റുട്ടീനാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആ ഡൗട്ടൊക്കെ തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരു വീഡിയോ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരണമെങ്കിൽ ആ രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ടും പുതിയ ചാലഞ്ചുമായിട്ടും നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.